ടീനേജ് പെൺകുട്ടികളിൽ റിക്കറൻ്റായി കണ്ടുവരുന്ന UTI പ്രോബ്ലംസ്, അതിന് പല റീസൺസ് ആവാം. പക്ഷെ നമ്മൾ അമ്മമാർ ആ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മെൻസ്ട്രൽ ഹൈജീനിൻ്റെ കാര്യമാണ്. അവർക്ക് പീരിയഡ് സമയത്ത് അവർ ഹൈജീനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് അവർക്ക്. പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് വരെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പല അസുഖങ്ങളിലേക്കും ചെന്ന് എത്തിപ്പെടും. അപ്പോൾ മെൻസ്ട്രൽ ഹൈജീനിൽ ഏറ്റവും പ്രധാനം പറയുന്നത് സാനിറ്ററി പാഡിൻ്റെ ഉപയോഗം തന്നെയാണ്. 3 to 4 hours നമുക്ക് ഒരു ടൈമിൽ പാഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. 4 hours കഴിയുമ്പോൾ കമ്പൽസറി ആയിട്ട് ആ പാഡ് ചേഞ്ച് ചെയ്തിരിക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ 6 hours യൂസ് ചെയ്യാം. പക്ഷെ അതൊരു ശരിക്കും ഒരു ഒരു ഡെഡ് പോയിൻ്റ് തന്നെയാണ്. അത് ഏറ്റവും സേഫ് സൈഡ് എന്ന് പറയുന്നത് 3 to 4 hours നമ്മൾ യൂസ് ചെയ്യാൻ തന്നെയാണ്. പിന്നെ 90% പെൺകുട്ടികൾ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നവരാണെന്ന് അതിൻ്റെ ഹൈജീനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വാഷിങ്, പിന്നെ അത് ഡ്രൈ ചെയ്യുന്നത് ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ ഡ്രൈ ചെയ്യണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലേഡീസിലാണെച്ചാലും കുട്ടികളിലാണെച്ചാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ സേഫ്റ്റി എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പ് യൂസേജ് തന്നെയാണ്. അതാണ് ഈ പാഡ്സിനേക്കാളും ക്ലോത്ത്സിനേക്കാളൊക്കെ ഏറ്റവും ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് യൂസേജ് ഓഫ് മെൻസ്ട്രൽ കപ്സ് തന്നെയാണ്. അത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പക്ഷേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത്